എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ ചെയ്തൊരു സംഭവം ഉണ്ട് ഇവിടെ. എന്താ? ഏലം ചെയ്തിട്ട് സക്സസ് ആണ്. അതെ അതെ, 100%. പറഞ്ഞപ്പോൾ തന്നെ ഒരു ചിരി വന്നു. അപ്പോൾ തന്നെ 100% സക്സസ് ആണ്. 100% സക്സസ് ആണ്. അപ്പോൾ അന്ന് പിന്നെ ഏലം നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. 10 സെന്റിൽ 25 തൈ എന്നുള്ള രീതിയിൽ ധാരാളം മതി. ഒരു 10 സെന്റുള്ള ആൾക്ക് ഒരു 25 തൈ നടാം. 8-ാം മാസം മുതൽ നമുക്ക് മിനിമം ആദായം കിട്ടുകയും ചെയ്യും. 10 സെന്റ് 20 സെന്റ് ഒക്കെ ആണെങ്കിൽ ഒരു കുടുംബത്തിന് തന്നെ സുഖമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാവേരി ചോദിച്ച് വാങ്ങിച്ച് അത് തന്നെ കൃഷി ചെയ്യണം. കാവേരി എന്നാണ് അതിന്റെ പേര്. എന്തായാലും നല്ലൊരു പേര്. ശനി, നീ ഇത് കണ്ടില്ലേ? ഇതാകെ 24 മാസം, അല്ല എത്ര മാസമായി ചേട്ടാ? 22 മാസം. 22 മാസമായപ്പോൾ ഈൽഡാണ്. കാരണം കായിൻ്റെ സൈസ് ആണെങ്കിലും ഈൽഡാണെങ്കിലും ഒക്കെ ഈ വയനാട്ടിൽ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന കൃഷി ഏലം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചെയ്തവരാരും പിന്നെ ഇത് നിർത്തില്ല. ഹായ്, ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏലത്തിനൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് തോന്നുമായിരിക്കും ഒന്നുകിൽ ഏലച്ചെടിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളിലേക്കാണ്. അങ്ങനെയല്ല, ഇന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതായത് ഒരു സക്സസ് സ്റ്റോറിയാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്നല്ല, ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും പലർക്കും സംഭവിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറാമെന്നുള്ളതിനെ ഉത്തമ മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ഇത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചാൽ ചീരാൽ മുത്താച്ചിക്കുനി എന്ന് പറയുന്ന സ്ഥലമാണ്. കുമ്പളപ്പറമ്പിൽ അജിയേട്ടൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അദ്ദേഹം ഷാർജയിൽ 12 വർഷം കണ്ടെയ്നർ ടെർമിനലിൽ ജോലി നോക്കി. അതിനുശേഷം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നവരെ അല്ലെങ്കിൽ എല്ലാ മലയാളി ചെയ്യുന്നവരെ ഒന്നുകിൽ ഒരുപാട് സ്ഥലം മേടിച്ചു കൂട്ടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സിലേക്ക് പോവുക. അജിയേട്ടൻ തിരഞ്ഞെടുത്തത് ലോറി ഫീൽഡായിരുന്നു. അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് നഷ്ടം വന്ന് സംഭവിച്ചപ്പോൾ പിന്നീട് ആ സമയത്ത് പതറി നിൽക്കാതെ അദ്ദേഹം പാരമ്പര്യമായിട്ട് ഒരു കർഷകനായിരുന്നു. അദ്ദേഹം അതിലേക്ക് തന്നെ തിരിച്ചു എന്നുള്ളതാണ്. അത് തിരിച്ചു വന്നപ്പോൾ 100% സക്സസ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അജിയേട്ടൻ. അപ്പോൾ അജിയേട്ടൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ചെടികളല്ല എന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ പൂക്കളല്ല എന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട. കാരണം നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെ കരകയറാമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ കാണാം. ഓരോ മേഖല തിരഞ്ഞെടുക്കാം. അജിയേട്ടൻ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് അറിയുന്ന കൃഷി എന്ന് പറയുന്ന മേഖലയായിരുന്നു. ഓരോരുത്തർക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മേഖല വിട്ട് നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പതറിപ്പോകുന്നത്. അപ്പോൾ ഒരുപാട് കാലം ഓടിക്കളിച്ചിരുന്ന സ്ഥലമൊക്കെയാണിത്. കാരണം ആ സമയത്തൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കവുങ്ങ് കൊണ്ടും പന കൊണ്ടൊക്കെ പാലങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു ചെറിയ കുളവും കാര്യങ്ങളുണ്ട്. അതിൽ മീനുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. എന്തായാലും ഇത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഫാഷൻ ഫ്രൂട്ട് ചെയ്ത പോലെ തന്നെയാണോ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. നല്ല മനോഹരമായ ഒരു കവുങ്ങ് കൊണ്ടുള്ള നല്ലൊരു ഷെഡുണ്ട്. ഇത് കർണാടകയിലെ ഇഞ്ചി കൃഷിയെ ഓർമ്മിപ്പിക്കുന്ന ഷെഡാണ് കേട്ടോ. കുറേ കാലം നമ്മൾ അതും നോക്കിയിരുന്നതാണ്. ഇഞ്ചി ഓർമ്മയാണ് കർണാടകത്തിലെ. ചേട്ടാ, ഹലോ, മോർണിംഗ്. പേരെന്താ? ഇന്നെന്താ ക്ലാസ് പോയില്ലേ? ഇല്ല? ഓക്കെ. അപ്പോൾ ചേട്ടാ, എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി? 10 വർഷത്തിന് മുകളിലായി നമ്മൾ കണ്ടിട്ട്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണാം, പക്ഷെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഈ ലോറി എന്തായിരുന്നു സ്ഥിതി? ലോറി പച്ചക്കറിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. 2 ലോറി ഉണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അത് നഷ്ടത്തിലായി. അതിന്റെ കാരണത്തിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. തീർച്ചയായിട്ടും. അതെ. അപ്പൊ പിന്നെ അറിയുന്നൊരു തൊഴിൽ കൃഷിയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. പാരമ്പര്യമായിട്ട് നമുക്ക് ഭൂമിയുണ്ട്, കുടുംബപരമായിട്ട് കിട്ടിയ ഭൂമിയുണ്ട്. അപ്പോൾ അതിൽ കൃഷി തുടങ്ങി. ഇപ്പോൾ കാപ്പി, കുരുമുളക്, കവുങ്ങ് അതുപോലുള്ള നാണ്യവിളകളുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട്, ഏലം, വാഴ അതുപോലുള്ള. ഏലം എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടെ? ഏലം കുഴപ്പമില്ല, ലാഭകരമാണ്. ഫാഷൻ ഫ്രൂട്ടിലേക്ക് വരാനുള്ള റീസൺ എന്താ? അത് തുടങ്ങി നമുക്ക് ഒരു വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. അതെ. എന്തൊക്കെയാണ് ഇതിന് ചെയ്തതെന്നുള്ള ആദ്യം മുതൽ അങ്ങ് തുടങ്ങാം. അതായത് നമ്മൾ ഈ ഏരി കോരിയത് മുതൽ, അതായത് എത്ര ഹൈറ്റിലേക്ക് വയലല്ലേ ഇപ്പോൾ ചെയ്തിട്ടുള്ള? വയലാണ്, 100% വയലാണ്. അതെ. അപ്പോൾ ഹിറ്റാച്ച് ഉപയോഗിച്ചിട്ടാണ് ബെഡ് എടുത്തിട്ടുള്ളത്. കാരണം നല്ല ഹൈറ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാവും. ഏകദേശം ഒരു 3 അടി ഹൈറ്റ് ഉണ്ടാവില്ലേ? 3 അടി എടുത്തിരുന്നു. ഇപ്പോൾ ഇടിഞ്ഞതിന് ശേഷം ഒരു 2-2.5 ഒക്കെ ആയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ എന്താണ് നമ്മൾ അതിനുശേഷം ഏരി കോരി? അതിനുശേഷം അല്ല, ഹിറ്റാച്ച് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏരി വരും. അതിനുശേഷം നവംബറിൽ തൈ നട്ടു. അല്ല, എന്നിട്ടൊരു കൂടം പോലെ കുറച്ച് വലിപ്പമുള്ളൊരു കൂടം എടുത്തു. കൂടം അതിനുശേഷമാണ് എടുത്തത്. അടിവളമായിട്ട് നമ്മൾ എന്താ ചെയ്തത്? അടിവളമായിട്ട് ആട്ടുംവളം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് എത്ര അനുപാതത്തിലിട്ടു? അങ്ങനെ കോഴിവളം അത് ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഒരു കൊട്ട വെച്ചിട്ടോ? വലിയ കുഴിയായിട്ടാണോ? ആട്ടുംവളം ഒരു ചോട്ടിൽ ഏകദേശം ഒരു 10 കിലോ വന്നിട്ടുണ്ട്. ഒരു ചോട്ടിലോ? ഒരു ചോട്ടിൽ നന്നായിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണം, റിസൾട്ട് കാണുന്നുണ്ട് എന്തായാലും. എന്നിട്ട് ശേഷം ഇപ്പൊ ഇങ്ങനെ ചാക്കുനൂലുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് വള്ളി കയറാനായിട്ട്. അപ്പൊ ഈ സ്പേസിലുള്ള
ശാഖകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇത് ഈ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്താണ് പിന്നെ ബ്രാഞ്ചസ് നമ്മൾ ഒരു പന്തലിന്റെ മുക്കാൽ ഭാഗത്തുമ്പോഴാണ് പിന്നെ ബ്രാഞ്ചസ് വിടുന്നത്. ബ്രാഞ്ചസ് വിടും. അത് വരെയുള്ള ബ്രാഞ്ചസ് പ്രൂൺ ചെയ്ത് കളയും. എത്ര വലിപ്പമുള്ള തൈയായിരുന്നു? എത്ര മാസം പഴക്കമുള്ളതായിരുന്നു? ഒരു 2 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അമ്പലവയൽ RRSന്റെ ഫാമിൽ നിന്നാണ് മേടിച്ചത്. ഫാമിൽ നിന്ന് മേടിച്ചതാണ്. ഇത് സാധാരണ ഇപ്പോൾ 2-3 കളറും 2-3 വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ. ഇത് ഏത് വെറൈറ്റി കൂടുതൽ ചെയ്തത്? പർപ്പിൾ. അതിനാണ് ഡിമാൻഡ് കൂടുതൽ. ഒരു ചുവട്ടിൽ നമുക്ക് ഏകദേശം ഒരു എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും നമുക്ക് ഇപ്പോൾ? അതായത് ഇപ്പം എത്ര മാസമായി? ഇപ്പോൾ 8 മാസമായി. 8 മാസത്തിന് ഈ ഒരു പന്തൽ 1 ഏക്കറോളം സ്ഥലമുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപ ഇപ്പൊ ചെലവ് വന്നിട്ടുണ്ട്. ഈ തയ്യ്, വളം, പന്തല്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന നെറ്റ് ഇടുന്നത്, കമ്പി ഇട്ടത് എല്ലാം കൂടെ 2 ലക്ഷം രൂപയുടെ 1 ഏക്കർ സ്ഥലത്തിന് നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. ഏകദേശം കിലോയ്ക്ക് ഇപ്പോൾ എന്ത് മാർക്കറ്റ് ഉണ്ട്? ഞാൻ 2 ദിവസം മുമ്പ് കൊടുത്തത് 60 രൂപ കിട്ടി. ഫസ്റ്റ് ക്രോപ്പ് എടുത്തു. 60 രൂപ. വ്യാപകമായിട്ടായിട്ടില്ല. അതിന് 1 മാസം കൂടെ കഴിയും. അല്ല, എങ്കിലും സക്സസ് തന്നെ 100% നമുക്ക് പറയാൻ കഴിയില്ലേ? അങ്ങനെ തന്നെ കരുതാം. കാരണം ഇപ്പം കാലാവസ്ഥ ഒരു അനുകൂലം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഈ അമിത മഴ ചീച്ചിൽ കുറച്ച് കുറവുണ്ട് തോന്നുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഈ വളത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, നട്ടത് പറഞ്ഞു, കെട്ടിക്കൊടുക്കുന്നത് പറഞ്ഞു, നമ്മളിതിന്റെ പന്തലിനെ കുറിച്ച് പറഞ്ഞു. പന്തലിന് എന്തൊക്കെ കാര്യങ്ങളാണ്? കേരവള്ളിയും പിന്നെ ക്രോസിന് കമ്പി. ഇത് ടാറ്റ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്, തുരുമ്പ് വരാതിരിക്കാനായിട്ട്. എത്ര വർഷം ഒരു ചുവട് നിൽക്കും എന്നുള്ളതാ? 3 വർഷം നിൽക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. 3 വർഷത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു കണക്കാക്കിയിട്ടുള്ള പന്തലാണ് നമ്മൾ ഇടേണ്ടത് ആദ്യം. അതെ. വളങ്ങളായിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? അതായത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഞാൻ നടത്തുന്നത്. രാസവും ജൈവവും കൂടെ മിക്സ് ചെയ്ത് സമ്മിശ്രമായിട്ടുള്ളൊരു കൃഷി രീതിയാണ് ചെയ്യുന്നത്. അതിൽ മിത്ര ബാക്ടീരിയകൾ, മിത്ര കുമിളുകൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. രാസവളങ്ങളും ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുമിൾനാശിനി എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കായ്ക്ക് ചീച്ചലും ചില കായിൽ പുള്ളിക്കുത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കണം. ഒരു 20 ദിവസത്തെ ഇടവേളകളിൽ ഫംഗിസൈഡ് കൊടുക്കണം. പിന്നെ ചില കായിൽ ചുരുളിച്ച വരും. അത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടാണ് അത് വരുന്നത്. കണ്ടോ, ഇങ്ങനത്തെ ചില കായകൾ വാടിപ്പോകുന്നു, ചുരുണ്ടു പോകും. അപ്പോൾ ഒരു 20 ദിവസം 15 ദിവസം 20 ദിവസം ഗ്യാപ്പിൽ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചോട്ടിൽ കൊടുത്താലും മതി. പിന്നെ NPK വളങ്ങൾ, മറ്റു ചെടികൾക്ക് കൊടുക്കേണ്ട എല്ലാ വളങ്ങളും നന്നായി കൊടുക്കണം. ഇത് അടക്കമാണോ നമുക്കിപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ 1 ഏക്കറിന് വരുന്നത്? ഇതുവരെയുള്ള മൊത്തം ചിലവാണ് പറയുന്നത്. കൂലി, വളം, പന്തൽ, കയറ്, കമ്പി എല്ലാം കൂടെയുള്ള തൈൻ്റെ വില എല്ലാം ചേർന്നിട്ടുള്ള ചിലവാണ്. ഇപ്പോൾ ക്രോപ്പ് നമ്മളിപ്പോൾ ഫസ്റ്റ് ക്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഏകദേശം ഒരു ക്രോപ്പിൽ നമുക്ക് എത്ര ടൺ വരെ കിട്ടും? ഇതിപ്പോൾ ഏക്കറിന് ഒരു വർഷം ഒരു 15 ടണ്ണോളം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അനുഭവസ്ഥർ പറയുന്നത് അങ്ങനെയാണ്. അല്ല, നമുക്കും വലിയ കുഴപ്പമില്ലല്ലോ. ഇല്ല, നല്ല വിളവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60 രൂപ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു. ഇപ്പോൾ കുഴപ്പമില്ല. 60 രൂപ ഒരു ശാശ്വതമായിട്ടുള്ള വിലയല്ല. ഇപ്പോൾ 1 മാസം മുമ്പ് 30 രൂപയ്ക്ക് പോലും ഇത് എടുത്തിരുന്നില്ല. ഓരോ ടൈമാണ്. അതെ. ഒരു 30 രൂപ കിട്ടിയാലും നഷ്ടമൊന്നുമില്ലല്ലോ. ഇല്ല, നഷ്ടം വരില്ല. 30 കിട്ടിയാലും ഒരുവിധം മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് അത്യാവശ്യം ഈൽഡ് ഉണ്ടെങ്കിൽ അതെ കുഴപ്പമില്ലാത്ത രീതിയിൽ വരും. ഈൽഡ് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിരിക്കും. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ഇതൊരു അത്യാവശ്യം സക്സസ് ഉള്ളൊരു കാര്യമാണെന്ന് എനിക്കും തോന്നി. കാരണം പിന്നെ ലാസ്റ്റ് ഒരു 3 വർഷം കഴിയുമ്പോൾ കുറച്ച് കുറയായിരിക്കും. അതെ. ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മയായി കണക്കാക്കുന്നത് 8-ാം മാസം നമുക്ക് വിളവെടുക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് പല കൃഷികളും അതിന് സാധിക്കില്ല. പിന്നെ ഇത് കർണാടകയിൽ ചെയ്യുകയാണെങ്കിൽ ഏക്കറിന് ഏകദേശം 3 ലക്ഷം രൂപയോളം ചിലവ് വരുന്നതാണ് പറയുന്നത്. നമുക്കിവിടെ സ്വന്തം നാടായതുകൊണ്ട് അത്ര ചിലവ് വരില്ല. ഭൂമിയുടെ പാട്ടമൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ വർക്ക് ചെയ്യുന്നത് കൂടുതൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ഫാമിലിക്ക് ഇറങ്ങാനുണ്ടെങ്കിൽ അതെ, അപ്പോൾ ചിലവ് കുറേ കൂടെ കുറയ്ക്കാൻ കഴിയും. പക്ഷെ നമ്മൾ വലിയ സ്കെയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സ്വയം പണിയെടുത്ത് എത്തില്ല. അതുകൊണ്ട് ജോലിക്കാരെ കൂട്ടി തന്നെ പറ്റുള്ളൂ. എങ്കിലും ഒരു 50% വരെയെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഒരു 30% നമുക്ക് കുറയ്ക്കാൻ കഴിയും. കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. അതെ. ശരിക്കും ഒരു ഫാമിലിക്കൊക്കെ ഒരു 1 ഏക്കർ സ്ഥലത്ത് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നേരെ കരയിലും ചെയ്യാൻ കഴിയില്ലേ? കരയിൽ ഇത്ര സക്സസ് അല്ല എന്നാണ് പറയുന്നത്. ആണല്ലേ? ഇത് ചെയ്തവർ പറയുന്നു ഇത്ര കായ ഉണ്ടാവില്ല. ഈൽഡ് കുറവാണ്. ഈൽഡ് കുറവാണ്. നനയ്ക്കുന്നതിലും കുറച്ച് ചിലവ് നമുക്ക് പിന്നെയും കൂടും. ഇത് വേനൽക്കാലത്ത് നനച്ചിരുന്നോ? വെള്ളം കെട്ടി നിർത്തുകയാണെന്ന് ചെയ്തിട്ട് തടത്തിൽ കെട്ടി നിർത്തും. ഈ ഗ്യാപ്പിൽ അല്ലേ? മണ്ണ് ഉണങ്ങാത്ത രീതിയിൽ നനച്ചുകൊണ്ടിരിക്കണം. 2 ദിവസം 3 ദിവസം ഗ്യാപ്പിൽ നനച്ചുകൊണ്ടിരിക്കണം. നന്നായിട്ട് വെയിലും വേണം.
അതായത് മോൾ ഭാഗത്ത് അപ്പോഴാണ് ചെടി പൊന്തുള്ളൂ, നല്ല രീതിയിൽ വരുള്ളൂ. നമ്മൾ നവംബറിൽ നട്ടാലും ഒരു മാസം അതങ്ങനെ നിൽക്കും, തണുപ്പ് സമയത്ത് പൊന്തില്ല. ആ പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴാണ് പൊന്തി തുടങ്ങുള്ളൂ. നമുക്ക് എത്ര കിലോ അങ്ങനെ ഒരു വെയിറ്റ് കണക്ക് ഉണ്ടോ? ഇത് ശരിക്കും ഒരു 7 കായ്ക്ക് 1 കിലോ തോന്നേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഒരു കായ കൊണ്ട് തൂക്കുമ്പോൾ 160 ഗ്രാമോളം വന്നിട്ടുണ്ട് ഒരു കായ. ഫസ്റ്റ് ക്രോപ്പിൽ നല്ല വലിപ്പമുള്ള കായ കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി കായ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പുള്ളിക്കുത്തോ ഒന്നും പാടില്ല. നല്ല വലിപ്പം വേണം. ഇതിനും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഉണ്ട്. ഈ ഫസ്റ്റ് ഇതാണ് ഇപ്പൊ 60 രൂപയ്ക്ക് നമ്മൾ തൂക്കിയത്. അതെ, ഫസ്റ്റ് ആണ് ഫ്രൂട്ടിന്റെ ആവശ്യത്തിന് പോകുന്നത്. മറ്റേത് പൾപ്പ് ജാം സ്ക്വാഷ് അതിനൊക്കെ പോകുന്നതാണ് സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് ആവുമ്പോൾ നല്ല ക്ലിയർ കായ വേണം. ഇതൊന്നും ഫസ്റ്റ് പോയിക്കൊള്ളുന്നില്ല. അതായത് ആ പാട് പോലും പാടില്ല. അത് 60 രൂപയ്ക്ക് പോകും. ശരി, ഇനിയിപ്പോ 60 ഒന്നും ഇല്ലെങ്കിൽ ഒരു 30 രൂപയ്ക്ക് പോയാൽ പോലും നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ഇപ്പൊ പർപ്പിളാണ് കൂടുതലും ഡിമാൻഡ് ഉള്ളത്, കൂടുതലും കൃഷി ചെയ്യാൻ പറയുന്നത് അതിനോടാണ് അല്ലേ? ചേട്ടാ, നമ്മളിപ്പോൾ 1 ഏക്കർ സ്ഥലത്തല്ലേ നട്ടത്, എത്ര തൈ നടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? അത് 12x12 അടി അകലത്തിലാണ് നടുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 1 ഏക്കറിന് 300 ചെടിയോളം നടാൻ കഴിയും. നമ്മൾ എത്ര നട്ടു? നമുക്കൊരു 275 തൈയാണ് വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് തെങ്ങും കവുങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് നട്ട തൈ മുഴുവൻ സക്സസ് എല്ലാം സക്സസ് ആയി പിടിച്ചു. ഒരു തൈക്ക് എത്ര രൂപ വന്നിട്ടുണ്ടായിരുന്നു? 25 രൂപ. ഈ 12x12 എന്ന് പറയുന്ന അകലം ഇനഫാണോ, കറക്റ്റ് ആണോ? അതെ അതെ അതെ, ഒരുപാട് അടുത്ത് നടരുത്, അപ്പോൾ എല്ലാം കൂടെ കൂടുതൽ ചപ്പ് കെട്ടിയിട്ടേ കായ കുറയും. അപ്പോൾ ഇത് ആണ് യഥാർത്ഥ. അപ്പോൾ 10 സെന്റിൽ 25 തൈ എന്നുള്ള രീതിയിൽ ധാരാളം മതി. ഒരു 10 സെന്റുള്ള ആൾക്ക് ഒരു 25 തൈ നടാം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 8-ാം മാസം മുതൽ നമുക്ക് ഒരു ചെറിയ മിനിമം ആദായം കിട്ടുകയും ചെയ്യും. അവർ അത് 10 സെന്റൊക്കെ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് അവർക്ക് അവരുടെ ഫാമിലിക്ക് തന്നെ നടത്തിക്കൊണ്ടുപോകും. 10 സെന്റ് 20 സെന്റ് ഒക്കെ ആണെങ്കിൽ ഒരു കുടുംബത്തിന് തന്നെ സുഖമായിട്ട് ഒരു 3 വർഷത്തേക്ക് ഒരു ചെറിയൊരു ആദായം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാം പറഞ്ഞു. ഈ ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടോ? കാവേരി. ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ തൈ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാവേരി ചോദിച്ച് വാങ്ങിച്ച് അത് തന്നെ കൃഷി ചെയ്യണം. അതിൽ രണ്ടും ഉണ്ടോ, മഞ്ഞയും ബ്രൗണും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അതിൽ പർപ്പിൾ കളറാണ്. കാവേരി എന്നാണ് അതിന്റെ പേര്. എന്തായാലും നല്ലൊരു പേര്. ഞാനിപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ 1 ഏക്കർ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് വിജയിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുതൽ കൂടുതൽ 25 ഏക്കറൊക്കെ പോയി കർണാടകയിൽ പോയി ചെയ്യുന്നവരുണ്ട്. അതെ, വലിയ അളവിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ സക്സസ് ആണ്. സക്സസ് ആവുകയാണെങ്കിൽ നമ്മളിത് എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ ചെയ്തൊരു സംഭവം ഉണ്ട് ഇവിടെ. എന്താ? ഏലം ചെയ്തിട്ട് സക്സസ് ആണ്. അതെ അതെ, 100%. പറഞ്ഞപ്പോൾ തന്നെ ഒരു ചിരി വന്നു. അപ്പോൾ 100% സക്സസ് ആണ്. 100% സക്സസ് ആണ്. അപ്പോൾ അന്ന് പിന്നെ ഏലം നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇതിപ്പോൾ 22 മാസമായ ഏലച്ചെടിയാണ്. ആദ്യത്തെ വിളവാണത്. 22 മാസമായിട്ടുള്ളൂ. 22 മാസമായിട്ടുള്ളൂ. ഞെർലാണി ഞാനാണ്. ഞെല്ലാണി. ഇടുക്കിക്കാരുടെ സ്വന്തം മുതലേ നമ്മൾ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരുപാട് തോട്ടങ്ങൾ വിസിറ്റ് ചെയ്തു. അതിലൊക്കെ തോന്നിയിട്ടുള്ളത് ഇടുക്കിയിലേക്കാൾ കൂടുതൽ ഈൽഡ് ഇവിടെ ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടും വരുന്നുണ്ട്. അത് അങ്ങനെ പറയുന്നുണ്ട് ആളുകൾ, കുറേ ആളുകൾ അത് പറയുന്നുണ്ട്. കാരണം ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മരുന്ന് കമ്പനിയുടെ റെപ്പുകളൊക്കെ വരുമ്പോൾ അവർ പറയുന്നുണ്ട് ഇടുക്കിയേക്കാളും അല്ലെങ്കിൽ ഇടുക്കിയുടെ അത്ര തന്നെ ഈൽഡ് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നത്. ശരിക്കും ഇടുക്കിയും വയനാടും ഒരേ ക്ലൈമറ്റ് ആണെങ്കിലും ഇത് വ്യത്യാസമുണ്ട്, മണ്ണും അതിൻ്റെ ഘടനയൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ഇടുക്കി പോലെ അത്ര വ്യാപകമായ കൃഷി ഇല്ല. അതുകൊണ്ട് തന്നെ കേടിൻ്റെ കാര്യത്തിൽ ഒരു അല്പം കുറവ് ഇവിടെ കാണുന്നുണ്ട്. കൃഷി വ്യാപിക്കും തോറും കേടുകൾ കൂടാൻ സാധ്യതയുണ്ട്. ശനി, നീ ഇത് കണ്ടില്ലേ? ഇതാകെ 24 മാസം, അല്ല എത്ര മാസമായി ചേട്ടാ? 22 മാസമായപ്പോഴേക്കും ഇപ്പോൾ ഇത് വെച്ച പ്ലാന്റിൻ്റെ ഫസ്റ്റ് ക്രോപ്പാണിത്. അപ്പോൾ നീ വന്നിട്ടുണ്ടല്ലോ എൻ്റെ കസിൻസിൻ്റെ അവിടെ ലാർജ് സ്കെയിൽ ചെയ്യുന്നിടത്ത്, പിന്നെ കുളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അളിയൻ്റെ അനിയൻ ചെയ്തത് വളരെ നല്ല ഈൽഡാണ്. കാരണം കായൻ്റെ സൈസാണെങ്കിലും ഈൽഡാണെങ്കിലും ഒക്കെ ഈ വയനാട്ടിൽ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന കൃഷി ഏലം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചെയ്തവരാരും പിന്നെ ഇത് നിർത്തില്ല. ആക്ച്വലി സീസൺ തുടങ്ങാൻ പോകുള്ളൂ, ചിമ്പൊക്കെ അടിച്ച് തുടങ്ങുന്നുള്ളൂ പഴയ ചെടി. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടുള്ള ക്രോപ്പാണ് ഈ പോർഷൻ്റെ. പിന്നെ സൈസ് വന്നിട്ട് ഈ കുളപ്പള്ളി ഏരിയയിൽ ചെയ്ത ചെടികൾക്കൊക്കെ നല്ല ക്രോപ്പാണ്. അവരൊക്കെ 1 ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 3-4 ഏക്കറിലേക്ക് മാറി 10-12 ഏക്കർ ചെയ്യുന്നവർ വരെ ഉണ്ട്. എന്തായാലും വയനാടിൻ്റെ അടുത്ത ഒരു വെള്ളസൗകര്യം ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് നോക്കാൻ പറ്റിയൊരു ക്രോപ്പാന്നുള്ള ഏലം എന്നുള്ളത് അല്ലേ അജേട്ടാ? ധൈര്യമായിട്ട് ഇപ്പോൾ അജേട്ടനാണെങ്കിലും ക്രോപ്പ് എടുത്തതിന് ഒന്നും സംശയമില്ലല്ലോ. ഇനി കൂട്ടണം എന്നുള്ളൊരു ചിന്തയല്ലേ വരുന്നത്? കൂട്ടാൻ തന്നെ പോകുന്നത്. എന്തായാലും ഇതും വളരെ നന്നായി അജേട്ടൻ നന്നായി നോക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്ന വൃത്തിയും ഈ കാണുന്ന കായൊക്കെ. ഇതിലും ചേട്ടൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്.
ഞാനിതിൽ കണ്ടൊരു പ്രത്യേകത മറ്റൊന്നാണ്. ആ. കാരണം അജയേട്ടന്റെ ഭൂമി നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതാണ്. ആ. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെരിഞ്ഞൊരു സ്ഥലമല്ല അജയേട്ട അത്? അത് ചെരിഞ്ഞ മറ്റുള്ള കൃഷികൾക്ക് പറ്റാത്തൊരു സ്ഥലം അല്ലേ? അതെ, ഇവിടെ ഏകദേശം ഒരു 45 ഡിഗ്രിയോളം ചെരുവുണ്ട് ഈ സ്ഥലം. ആ. അതുകൊണ്ട് തന്നെ കാപ്പിയൊന്നും അത്ര സക്സസ് അല്ല ഇവിടെ. ആ. അതാണ് പിന്നെ ഏലത്തിലോട്ട് മാറാൻ ഒരു കാരണം അതാണ്. ഈ കൊല്ലം പിന്നെ നമുക്ക് ഇതുവരെയും മൺസൂൺ ഇതുവരെ പക്ക സ്റ്റാർട്ട് ആയിട്ടില്ല. പിന്നെ അത് ഫ്ലവറിങ്ങിനെ ഭയങ്കരമായിട്ട് ഏലത്തിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ ചെരുവ് കണ്ടില്ലേ, ഈ ചെരുവ് നമുക്ക് 45 ഡിഗ്രി ചെരുവിനെ നല്ല രീതിയിൽ ഈ ഏലകൃഷിക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും അല്ലേ അജയേട്ടാ? അതെ, പിന്നെ അജയേട്ടനാണെങ്കിലും ആദ്യത്തെ കൊല്ലം തന്നെ കുറേ അല്ല ചെയ്തത്. ഈ പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ കാര്യം പറഞ്ഞ പോലെ പുള്ളി ഒരേക്കർ വെച്ച് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത് ഒരു 200 കട നട്ടിട്ടാ, ചോട് നട്ടിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 1500ഓളം ചോടുണ്ട് എനിക്ക്. ആ അല്ല, അപ്പോൾ സ്ഥലം കിട്ടിയാൽ കൂട്ടും. അത് നട്ടവരെല്ലാവരും ഏലകൃഷി ചെയ്തവരെല്ലാവരും അങ്ങനെയാണ്, സ്ഥലം കിട്ടിയാൽ ഇനിയും കൂട്ടും. അതാണ് ഇതിൻ്റെ കാര്യം. അജയേട്ട ഇത് ഓണത്തിന് കണക്കാക്കിയിട്ടുള്ള വാഴകളായിരിക്കും അല്ലേ? അതെ, ഓണവാഴയാണ്. അജയേട്ടൻ വാഴകൃഷി നന്നായിട്ട് ചെയ്തിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ഇപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക ചെയ്തത്, എന്നിട്ട് ഏലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഏലം, പാഷൻ ഫ്രൂട്ട്. പിന്നെ അജയേട്ടന് കുറച്ച് കാപ്പിത്തോട്ടം ഉണ്ട്. കാപ്പിത്തോട്ടത്തിൽ പറയേണ്ട കഥയുണ്ട്, നല്ല കഥ. അജയേട്ടൻ തന്നെ പറയും കഴിഞ്ഞ കൊല്ലം എന്താ ചെയ്തതെന്നുള്ളത്. അല്ല, അത് പകല് വോൾട്ടേജിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് രാത്രിയാണ് നനച്ചിരുന്നത്. അത് അങ്ങനെയല്ല, എന്താ വെച്ചാൽ നമ്മൾ കാണുമ്പോൾ കൃഷി എളുപ്പമാണ്, കാപ്പിക്ക് വിലയുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ആ ഒരു 3-4 ദിവസത്തെ എഫേർട്ട് ഉണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ കാപ്പി ഉണ്ടാവുള്ളൂ. 4 ദിവസം അല്ല, ആ സമയത്ത് ഇവിടെ കടുവശല്യമുള്ള സമയത്താണ് രാത്രി 10:30 മണിക്കാണ് അജയേട്ടൻ നനച്ചിട്ട് പുലർച്ചെ 6 മണി വരെയാണ് നനച്ചുകൊണ്ടിരുന്നത്. കാണുമ്പോഴെല്ലാം എളുപ്പമാണ് കൃഷി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ എഫേർട്ട് ഭയങ്കരമാണ്. അപ്പോൾ അജയേട്ടൻ ആ ഒരാഴ്ച മെനക്കെട്ടപ്പോൾ ഒരു കൊല്ലത്തെ ക്രോപ്പാണ് കിട്ടിയത്. കാണുന്നവർക്ക് കാപ്പി ഉണ്ടല്ലോ എന്ന് പറയും, പക്ഷെ കാപ്പി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരു പണിക്കാരനെ കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് സ്വയം നിന്ന് പണിയെടുക്കാനൊക്കെ തയ്യാറായത് ഞാൻ തന്നെ സംഭവിച്ചിട്ടുണ്ട് ചേട്ടനെ. അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നു. അറിയാം, നമുക്കറിയാമല്ലോ, ഷെനിലും അറിയാം. കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരാളായിരുന്നു. ഷെനിന് നന്നായിട്ട് അറിയാം, നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അച്ഛനാണ് വഴികാട്ടി ആയിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ പാത ഞാൻ പിന്തുടരുന്നു. നല്ല കർഷകനായിരുന്നു അച്ഛൻ. പിന്നെ നമുക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ടും അജയേട്ടൻ പറഞ്ഞ മാതിരി ചേച്ചിയാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അതെ, തീർച്ചയായിട്ടും. ഇത്രയും കുടുംബ തിരക്കിനിടയിലും കൃഷി കാര്യങ്ങളെല്ലാം നല്ല സഹായം ചെയ്യുന്നുണ്ട്. കൃഷിനോട് ചേച്ചിക്കും താല്പര്യമുണ്ട്. പിന്നെ സുനിത എന്നാണ് ആളുടെ പേര്. മൂത്ത മകൻ അതുൽ കൃഷ്ണ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്നു. ഇവിടെ ചെറിയ മകള് നിധി കൃഷ്ണ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളെന്തായാലും എപ്പോഴും കൂടെ ഉണ്ടല്ലേ? അത് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അവള് അച്ഛൻ്റെ ഒപ്പം എല്ലാ കൃഷി സ്ഥലത്ത് നടക്കാൻ അവൾ സ്മാർട്ടായിട്ട് ഒപ്പുണ്ട്. അപ്പോൾ അവൾക്ക് കൃഷിയോട് താല്പര്യമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത് കാഴ്ചയിൽ. ഈ പ്രായമുള്ള കുട്ടികളാരും ഇങ്ങനെ കൃഷിയിൽ തോട്ടത്തിലൊന്നും കൊതുക് അടിക്കുക. അല്ല, ഇവിടെ ജനിച്ചത് മുതൽ ഇതാണല്ലോ കാണുന്നത്. അതെ അതെ, വേറൊരു ലോകമല്ലല്ലോ. അതെ അതെ. നടക്കുകയാണെങ്കിൽ കൃഷി വിജയകരമാകും. അത് ഇപ്പോഴത്തെ അജയേട്ടൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും കൃഷി നഷ്ടമായിട്ട് പറയാൻ പറ്റില്ല. ഇല്ലല്ല, നമുക്ക് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് മെനക്കെടുകയാണെങ്കിൽ അത് ലാഭകരം തന്നെയാണ്. പിന്നെ അജയേട്ടൻ മിഷനിലെ ഒരു കാര്യം പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അജയേട്ടൻ ഒന്നും ഒരു കാര്യം ആദ്യം തന്നെ 10 ഏക്കർ ഏലം ചെയ്യോ, ആദ്യം തന്നെ 10 ഏക്കർ പാഷൻ ഫ്രൂട്ട് ഒന്നും ചെയ്തിട്ടില്ല. അജയേട്ടൻ എല്ലാം ഉണ്ട്. വാഴക്കൃഷി ഉണ്ട്, നമ്മൾ കണ്ടല്ലോ. പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് ഒരു ഏക്കർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏലം ആദ്യം കുറച്ച് ചെയ്ത് പഠിച്ചപ്പോൾ കൂട്ടുന്നു. അങ്ങനെ ആ രീതിയിൽ കൃഷിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു പരാജയമൊന്നും, വലിയൊരു നഷ്ടത്തെ ഒന്നിൽ പരാജയപ്പെട്ടാലും ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയും. എല്ലാം ചെയ്ത് അവസാനം സക്സസ് ആകാൻ തോന്നിയൊരു കാര്യം ഇത് തന്നെയാണ്. അതെ അതെ, പാരൻസ് ആയിട്ട് കഴിച്ചെന്ന പാത. അതെ അതെ. അതായത് ഒരു കൃഷിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് എല്ലാ കൃഷിയും കൂടെ ചെയ്യുന്ന കൃഷി രീതിയാണ് ഏറ്റവും വിജയകരമായിട്ട് വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ലേ? നമ്മളിപ്പോൾ ഈ നമ്മളെ പൂച്ചെടി എന്നുള്ള വീഡിയോ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് വരാനുള്ളൊരു കാരണം തന്നെ കൃഷിയിൽ സക്സസ് ആയ ആൾക്കാരെ നമ്മൾ പുറലോകത്ത് എത്തിക്കുക എന്നുള്ളതിൻ്റെ നമ്മളൊരു നയം ഉണ്ടല്ലോ പുതിയതായിട്ട്. എല്ലാ മേഖലയിലും സക്സസ് ആയിട്ടുള്ള, സ്ട്രഗിൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരിക, ആൾക്കാർക്ക് അതൊരു പ്രചോദനമാകുക എന്നുള്ളതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. ഇത് കാണുന്ന ആൾക്കാർക്ക് ഇനി ഇങ്ങനെ സക്സസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മളെ വീഡിയോസൊക്കെ നമ്മൾ കവർ ചെയ്യും. കൂടുതൽ ആൾക്കാരിലേക്ക് അത് പ്രചോദനമാകാനും കൃഷിയും എന്താണെങ്കിലും സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു തുടക്കമാണിത്. എന്ത് മേഖലയെക്കാട്ടിലും ഒരു പരിധി വരെ, അതായത് ഒരു പരിധിയിൽ കൂടുതൽ നഷ്ടം വരാത്തൊരു മേഖലയാണ്, എന്തെങ്കിലും കിട്ടുന്നൊരു സംഭവമാണ് കൃഷി എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനി അടുത്തൊരാളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.